ഓ യെസ്, എറണാകുളം കവിത തിയേറ്ററിലാണ് ഞാൻ വിലായത്ത് ബുദ്ധ എന്ന സിനിമ കാണാൻ പോയത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതായത് വൈകുന്നേരത്തെ 6 മണിക്കുള്ള ഷോനാണ് ഞാൻ പോയത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കവിതയിൽ ഒരു സിനിമ കാണാൻ വേണ്ടി പോയത്. പൃഥ്വിരാജ് അച്യുതൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ തുടങ്ങി. ബാക്കി സിനിമ വിശേഷങ്ങൾ പറയാം. വിലായത്ത് ബുദ്ധ സച്ചി എന്ന ഡയറക്ടർ എടുക്കേണ്ട സിനിമ. ആ ഒരൊറ്റ കാരണം മാത്രം മതി ഈ സിനിമ കാണാൻ. കാരണം സച്ചി എന്ന ഡയറക്ടറിൻ്റെ വർക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. യെസ്, അദ്ദേഹത്തിന് മിസ്സിങ് ഈ സിനിമ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഒരു സിനിമ ഒരു ഡയറക്ടറിനാണ് എന്ന് ശരിക്കും മനസ്സിലാകുന്നത് ഈ സിനിമ കണ്ടപ്പോഴാണ്. കാരണം അയ്യപ്പനും കോശി എന്ന സിനിമ മാസ് എലമെൻസ് ഉള്ള ഒരു ക്ലാസ് സിനിമയാണ്. ആ രീതിയിലാണ് ആ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. അട്ടപ്പാടിയുള്ള ആദിവാസിയും ആ കൾച്ചറും പിന്നെ 2 പേരുടെ ഈഗോയും അതൊക്കെ ഒരു മാസ് എലമെൻസ് ഉള്ള ഒരു ക്ലാസ് ടച്ചിലായിരുന്നു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. പക്ഷേ ഇവിടെ ക്ലാസ് ഇല്ല. ഇത് നോർമൽ ഒരു തമിഴ് തെലുങ്ക് ഒരു മാസ് മസാല പടത്തിൻ്റെ എലമെൻസൊക്കെയുള്ള ഒരു നോർമൽ പടമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചി എന്നതിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ അഭാവം ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറയൂർ എന്ന ഗ്രാമവും മലയാളവും തമിഴും കലർന്ന കൾച്ചറും ഒക്കെ ഈ സിനിമയിൽ കൊണ്ടുവരാമായിരുന്നു. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അയ്യപ്പൻ കോശിയിൽ ആ കൾച്ചർ, ആ ഒരു എസൻസ് ഈ പടത്തിൽ വന്നിട്ടില്ല. എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആണ്. പിന്നെ ഡയറക്ഷൻ്റെ അഭാവങ്ങളാണ്. ആ ഡയറക്ഷന് ആ ഒരു സെൻസ് ഈ പടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ കഥ ആൻഡ് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നോവലാണ് ഈ സിനിമയാക്കിയത്. ആ നോവൽ ശരിക്കും സിനിമയ്ക്ക് പറ്റിയ കഥ തന്നെയാണ്. സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഓക്കെയാണ്. സ്ക്രിപ്റ്റിൽ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായെങ്കിലും ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ആക്കാമായിരുന്നു. പിന്നെ ലെങ്ത്താണ് ഈ സിനിമയുടെ ഏറ്റവും പ്രശ്നം. കാരണം 3 മണിക്കൂർ, ആ ഒരു 3 മണിക്കൂർ വേണ്ടായിരുന്നു. കുറച്ചുകൂടി ട്രിമ്മാക്കി ഒരു 2.5 മണിക്കൂർ ആണെങ്കിൽ ഈ സിനിമ ഒന്നുകൂടി രസമുണ്ടായിരിക്കുമായിരുന്നു. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ഓക്കെ, പൃഥ്വിരാജിൻ്റെ നോർമൽ പെർഫോമൻസ് തന്നെയാണ്. കാരണം പൃഥ്വിരാജിന് മുമ്പ് കണ്ടുള്ള ആക്ഷൻസും മാസ് എലമെൻറ്റ്സ് തന്നെയാണ് ഇതിൽ ആവർത്തിക്കുന്നത്. എവിടേക്കോ ആ പൃഥ്വിരാജ് ഇതിലേക്ക് വന്നിരുന്നു. കാരണം ഡബിൾ മോഹൻ പല സ്ഥലത്തും ഓക്കെ ആയിരുന്നു, ചില സ്ഥലത്ത് ഡബിൾ മോഹൻ മാറി ഇതിന് മുമ്പ് കണ്ട നമ്മൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിലേക്ക് വന്ന പോലൊരു ഫീലിംഗ് വന്നിരുന്നു. പിന്നെ ഷെമി തിലകൻ എടുത്ത് പറയേണ്ട റോളാണ്. ഷെമി തിലകൻ്റെ ആ റോള് കിടിലായിരുന്നു. ആ റോളും ഷെമി തിലകനക്ക് ഒരുപാട് നീതി പുലർത്തി. കാരണം ആ രീതിയിലായിരുന്നു ഷെമി തിലകൻ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അത്രയും ഡെപ്തായിട്ടുള്ള ക്യാരക്ടർ ആ ഡെപ്തത്തോടെ ഷെമി തിലകൻ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നായിക ഓക്കെയാണ്, പക്ഷേ എവിടെയൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നായികയൊക്കെ ഉണ്ടായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൻ്റെ പോരായ്മയല്ല, പക്ഷേ നായികൻ്റെ പെർഫോമൻസ് എവിടെയൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ഓക്കെ എന്ന് പറയാം. പിന്നെ ബാക്കി എല്ലാവർക്കും ഓരോ റോളുണ്ട്. അതിൽ സുരാജൊക്കെ ഉണ്ട്. സുരാജ് മുനിയറ എന്തിനാണെന്നുള്ള മനസ്സിലായില്ല. കാരണം സുരാജ് ഇത്രയും വലിയൊരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് ഒരു നോർമൽ റോളിലേക്ക് വന്നു. ഒരു ജഡ്ജാണ്, പക്ഷേ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കില്ല. ജസ്റ്റ് ഒരു വാശി പിടിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന പോലെ തോന്നുന്നു. പിന്നെ പറയാനുള്ള BGM ആണ്. ഓക്കെ, റെക്സ് വിജയൻ്റെ BGM ഈ പടത്തിൽ ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ഒരു ഹൈ മൊമെൻറ്റ്സിൽ എത്തിയിട്ടുമില്ല. കാരണം ഞാൻ പറയാം, കൾച്ചറൊക്കെ ഉൾക്കൊള്ളുന്നൊരു മ്യൂസിക് വന്നിട്ടില്ല ചില സമയത്തൊക്കെ. അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ ഓക്കെ, ഒരു 1 ടൈം വാച്ചബിൾ. നമ്മളത് കൂടുതൽ പ്രതീക്ഷ കൊടുക്കുമ്പോഴാണ് ഈ സിനിമയ്ക്ക് അത്രയും വലിയ ഡെപ്ത് കിട്ടാത്തത്. നമ്മൾ അയ്യപ്പനും കോശിയും ശേഷം സച്ചി എടുക്കാൻ പറ്റിയ സിനിമ ആ ഒരു സിനിമയായിരിക്കും ഇത് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം ആ അയ്യപ്പൻ കോശിൻ്റെ ക്ലാസ് ആൻഡ് മാസ് എലമെൻസ് ഉള്ള ഒരു പടമല്ല ഇത് നോർമൽ മാസ് എലമെൻസ് ഉള്ള ഒരു നോർമൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ, ഒരു ഓക്കെ ഫീലിംഗ് സിനിമ എന്നൊറ്റ വാക്കിൽ പറയാം. ഓക്കെ, ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റും നോർമൽ പടം. അതിനപ്പുറം ഈ സിനിമയ്ക്കൊന്നുമില്ല. പറയാനും ഈ സിനിമയെക്കുറിച്ചൊന്നുമില്ല. XM channel, please subscribe and like.